നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓസ്റ്റിയോആർത്രൈറ്റിസ് വളരെ സാധാരണവും ധാരാളം ആളുകളെയും ബാധിക്കുന്ന ഒരു സന്ധിവാതമാണ്. നമ്മുടെ എല്ലുകളുടെ അറ്റത്തെ കുഷ്യൻ ചെയ്യുന്ന പോലെയുള്ള കാർട്ടിലേജ് ഉണ്ട്, അതായത് തരുണാസ്ഥി. ഇതിന് കാലക്രമേണ തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് സാധാരണയായിട്ടും ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഏത് സന്ധിയും ബാധിക്കുമെങ്കിലും സാധാരണയായിട്ട് കണ്ടുവരുന്നത് കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, ഇടുപ്പ്, നട്ടല് എന്നിവയിലാണ് കാണപ്പെടുന്നത്. സന്ധികൾക്കുണ്ടാകുന്ന ഈ കേടുപാടുകൾ നമുക്ക് പഴയ രീതിയിലോട്ടാക്കാൻ സാധിക്കില്ലെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങളെ, അതായത് ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളെ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ക്രമേണ പ്രത്യക്ഷപ്പെടുകയും കാലക്രമേണ അത് വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് വേദന. ഓസ്റ്റിയോആർത്രൈറ്റിസ് ബാധിച്ച സന്ധികൾക്ക് നമ്മൾ ചലനത്തിനിടയിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ിക്കുമ്പോഴും ഒക്കെ കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടും, ഹെവിനെസ് അനുഭവപ്പെടും. ഒരു കാഠിന്യം, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു എവിടെയാണോ ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ബാധിച്ചിട്ടുള്ള അവിടെ ഭയങ്കരമായിട്ടൊരു ഹെവിനെസ് തോന്നും. കൂടുതലും നമ്മുടെ മുട്ടുകളിലും ഇടുപ്പലിനും ഒക്കെയാണ് ഇത് തോന്നുന്നത്. കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്ക് അവിടെ ഭയങ്കരമായിട്ടൊരു ഭാരം വെക്കുന്ന കണക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നത്തെ ഒരു ലക്ഷണമാണ് ടെൻഡർനെസ്. കാരണം നമ്മൾ ആ ഒരു പോയിന്റിലോ, അതായത് ഏത് ഭാഗത്താണോ, ഏത് ജോയിന്റിലാണോ ഈ ഒരു ഓസ്റ്റിയോആർത്രൈറ്റിസ് ബാധിച്ചിട്ടുള്ളത് ആ ഒരു ജോയിന്റിലോ അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്തോ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വേദനയുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ടും ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അടുത്തൊരു ലക്ഷണമാണ് ലോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി, കുറഞ്ഞ വഴക്കം. നമുക്ക് പഴയ രീതിയിൽ നേരത്തെയൊക്കെ ചെയ്ത രീതിയിൽ നമുക്ക് നമ്മുടെ ജോയിന്റ്സിനെ നന്നായിട്ട് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഏത് ജോയിന്റിനെയാണോ ബാധിച്ചിരിക്കുന്നത് അതിനെ പൂർണ്ണമായി നീക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആ ഭാഗത്ത് സ്വെല്ലിംഗ് ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവും, പിന്നെ ചെറുതായിട്ട് ബോൺ സ്പർ ഉണ്ടാവും, അതായത് ചെറിയ ബോണിന്റെ പീസസ് അതിന്റെ സൈഡിലോ അതല്ലെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ലംബ് കണക്ക് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർട്ടിലേജിന് കാലക്രമേണ തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയുന്ന ഒരു സ്ലിപ്പറി ടിഷ്യൂ ആണ്, അതായത് നമ്മുടെ രണ്ട് ബോണിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ലിപ്പറി ടിഷ്യൂ ആണ്. ഈ ഒരു ടിഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോണുകൾ തമ്മിൽ, എല്ലുകൾ തമ്മിൽ കൂട്ടി വരയാത്തത്. ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു ജോയിന്റിന് മൂവ്മെന്റ് തരുന്നത് ഈ ഒരു കാർട്ടിലേജ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ രണ്ട് അസ്ഥികൾക്ക് ഇടയിലുള്ള ഒരു കുഷ്യനാണ് കാർട്ടിലേജ്. ഇപ്പൊ ഈ കാർട്ടിലേജ് ഉള്ളത് കൊണ്ടാണ് ഈ ബോണുകൾ തമ്മിൽ, ഈ എല്ലുകൾ തമ്മിൽ കൂട്ടി വരസാത്തത്. കാലക്രമേണ ഈ കാർട്ടിലേജിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എല്ലുകൾ തമ്മിൽ കൂട്ടിയുരസും. ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വിയർ ആൻഡ് ടിയർ ഡിസീസ് ആണ്. ഇത് കാർട്ടിലേജിന്റെ ബ്രേക്ക് ഡൌണിനെ കൂടാതെ ആ ജോയിന്റിനെ കംപ്ലീറ്റ് ആയിട്ടും ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. ജോയിന്റ്സിലെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂവിനെ ബാധിക്കും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ അപകട സാധ്യത വർദ്ധിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഏജ് ഒരു ഫാക്ടറാണ്. വാർദ്ധക്യത്തോട് അടുക്കുന്നവർക്കാണ് കൂടുതലായിട്ടും ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലും കാണുന്നത്. പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ നമ്മുടെ ആ ഒരു ജോയിന്റിന് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദം, അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടാകാം, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട്, സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടും സ്ഥിരമായിട്ട് ഒരു ജോയിന്റിന് നല്ലോണം സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ കാലക്രമേണ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ടും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസ്ഥികളുടെ എന്തെങ്കിലും വൈകല്യത്തിന്റെ ഭാഗമായിട്ടും ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാവും. മെറ്റബോളിക് ഡിസീസുകളായിട്ടുള്ള പ്രമേഹത്തിന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ HBയുടെ ലെവൽ ശരീരത്തിൽ കൂടുന്ന അവസ്ഥ ഉണ്ടാവുമ്പോഴും ഒക്കെ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതകളുണ്ട്. ജോയിന്റിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, സ്പോർട്സിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായ ആക്സിഡന്റിന്റെ ഭാഗമായിട്ടൊക്കെ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ കാലക്രമേണ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. അമിത വണ്ണമുള്ളവർക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ജനിക്കുമ്പം തന്നെ എന്തെങ്കിലും ഡിഫോമിറ്റി ആയിട്ടാണ് ജനിക്കുന്നത്, നമ്മുടെ ജോയിന്റിനോ ബോണിനോ ഒക്കെ എന്തെങ്കിലും ഡിഫോമിറ്റി ആയിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ അതും ഓസ്റ്റിയോആർത്രൈറ്റിസിന് ഒരു കാരണമാകും. ഇനി നമുക്ക് എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത് വെച്ചാൽ, ശാരീരിക പരിശോധന നടത്തുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട്, വേദന, ചുവപ്പ്, ക്രിപ്പിറ്റസ്, പിന്നെ നമ്മൾ അതിന്റെ വഴക്കം, അതിന്റെ ആ ഒരു ചലനങ്ങളൊക്കെ പരിശോധിക്കുന്ന വഴിയൊക്കെ നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൂടാണ്ട് എക്സ്റേ, MRI, ഫ്ലൂയിഡ് ടെസ്റ്റുകളൊക്കെ പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആ വന്ന വൈകല്യങ്ങളെ ഒന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ലെങ്കിലും ഫർദർ ആയിട്ട് അതിനൊരു ഡിഫോമിറ്റി ഉണ്ടാകാതെ നോക്കാനും അതല്ലെങ്കിൽ ആ ഉണ്ടായ ലക്ഷണങ്ങളെ കുറയ്ക്കാനും ഒക്കെ ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ഉള്ളതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.